ഇല്ലകളെ നമ്മളെ കുറെ വീഡിയോ എടുത്തിട്ട് കുറെ ഇടല ആദ്യം തന്നെ എല്ലാവർക്കും ഓണാശംസകൾ. എന്താ വെച്ചാൽ നമ്മളെ കുറെ ഇടല ഓണത്തിന്റെ പരിപാടി തിരക്ക്, പിന്നെ കുറച്ച് ഫുൾ ഹെൽത്ത് ഇഷ്യൂ ഇല്ലട്ടില്ല. എന്താ വെച്ചാൽ ക്ലൈമറ്റിന്റെ പ്രശ്നമായതുകൊണ്ട് ജലദോഷം പനി പറഞ്ഞ പോലെ എല്ലാം വീട്ടിൽ എല്ലാവർക്കും പനി പിടിച്ചു ഇല്ലാട്ടില്ല. അതുമാതിരി ഒരുമാതിരി അവസ്ഥയ്ക്ക് കടന്നു. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ ഇല്ലാട്ടല്ലേ. നമ്മളൊരു പുതിയ ഓണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇല്ലാട്ടല്ലേ. അപ്പോഴാണ് ഇല്ലാട്ടല്ലേ ഞാനൊരു ഷെഡ്യൂൾ അല്ല, ഞാൻ കുറച്ച് വാച്ച് ലിസ്റ്റ് ഇട്ട് വെച്ചാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടൽ മച്ചാന്റെ പ്രശ്നങ്ങൾ കുറേ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് എന്താ സംഭവം ഒറിജിനൽ അറിയാൻ വേണ്ടി കുറേ നോക്കിയില്ലാടല്ലേ. ഇതായിരിക്കും ഒറിജിനൽ, അതായിരിക്കും ഒറിജിനൽ, ഇനിയിപ്പോൾ ഫേക്ക് ആണോ ആണോ ആയിട്ട് കുറേ നോക്കിയില്ലാടല്ലേ. ബട്ട് അത് കാണുമ്പോൾ നമുക്ക് പോലെയൊക്കെ ഉണ്ട്, എന്നാൽ പോലെ അല്ല. അങ്ങനെയൊക്കെയാണ് ഇല്ലാതെ. കടൽ മച്ചാന്റെ റീസെന്റ് ആയിട്ട് സ്റ്റോറി വന്നിട്ട് കടൽ മച്ചാൻ ഇത് ആരെ ക്രിയേറ്റ് ചെയ്തത്, ഇത് ആരൊക്കെ ഷെയർ ചെയ്തു, അവർക്കൊക്കെ എതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പോയി കേസൊക്കെ കൊടുത്തു വന്നൊരു സ്റ്റോറി കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് സേവ് ചെയ്യാൻ മറന്നു, അത് എക്സ്പയർ ആയി പോയില്ല സ്റ്റോറി. കുഴപ്പമില്ല, കടൽ മച്ചാൻ ഹാപ്പിയാണ്. എന്താ വെച്ചാൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പ്രൊമോഷൻസ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അത് ഇനോഗ്രേഷൻ ഉണ്ട്, അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ആയിട്ട് പോകുന്നുണ്ട് കടൽ മച്ചാൻ. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് സംഭവം എന്ന് വെച്ചാൽ സ്പ്രെഡ് ആയിട്ടുണ്ട്. ഏകദേശം ഒരു സംഭവമാണെന്ന് അറിയില്ല. കുറേ ഇൻഫ്ലുവൻസസ്, മല്ലു ട്രാവലർ അല്ലെങ്കിൽ നമ്മുടെ കുറേ അത്യാവശ്യം റിയാക്ട് ചെയ്യുന്ന വീഡിയോസ് ഉള്ളവർക്ക് കുറച്ച് പേരൊക്കെ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ എടുത്തിട്ട് ഇത് ഫേക്ക് ആണ്, ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ നോക്കിയില്ലട്ടല്ലേ. ഞാനിത് സംഭവം എന്താ വെച്ചാൽ നമ്മളത് എടുത്ത് ചാടിക്കേറി ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മളത് ഒറിജിനൽ ആണോ ജെനുവിൻ ആണോ, ഇനിയിപ്പോൾ ക്രിയേറ്റ് ചെയ്തതാണോ, ഇതിപ്പോൾ കടൽ മച്ചാനെ വന്ന പോലെ, ഇനിയിപ്പോൾ ആണെങ്കിൽ കടൽ മച്ചാനെ വന്ന പോലെ ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ഇൻഫ്ലുവൻസേഴ്സിന് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾ നോക്കിയില്ലട്ടല്ലേ. സംഭവം ഈ വീഡിയോ വന്നതില്ലട്ടല്ലേ. മിറർ കേരള എന്ന് പറഞ്ഞ ചാനലാണ് വന്നിരിക്കുന്നത്, മനസ്സിലല്ലേ. അതിലാണ് ഒരു മച്ചാൻ വന്നിട്ട് വല്ലാത്ത ജാതി കുലുക്കി സർബത്തായി പോയി മച്ചാനെ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ആ കടൽ മച്ചാൻ്റെ വീഡിയോസ് ഒന്നും ഇട്ടില്ല. നിങ്ങൾ എന്നാലും ആ മച്ചാൻ പറഞ്ഞ വീഡിയോസ് ഞാൻ ഇവിടെ ഇടാം. അതിൻ്റെ ഇടയിലാണ് കടൽ മച്ചാൻ്റെ വീഡിയോ കൊടുത്തിരിക്കുന്നത്. അത് നമ്മളിവിടെ പ്ലേ ചെയ്യുന്നില്ല. മച്ചാൻ പറഞ്ഞത് മാത്രം ഞാൻ പ്ലേ ചെയ്യില്ല കേട്ടോ. മറ്റേതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. വെറുതെ ഇപ്പം നമ്മളത് എടുത്ത് റിയാക്ട് ചെയ്ത് ഷെയർ ഒന്നും ചെയ്യില്ല. അപ്പം ഞാൻ ആ മച്ചാൻ പറഞ്ഞത് മാത്രം എടുത്ത് ഇവിടെ പ്ലേ ചെയ്യാം. ഞാനിങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ വന്നിരിക്കുക, നോർത്തിലാണുള്ളത്. കണ്ടില്ല, ഞാൻ ലൗകിക ജീവിതമൊക്കെ ഉപേക്ഷിച്ചിട്ട് ആത്മീയമായിട്ടുള്ള ഒരു പാതയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ എനിക്ക് വല്ലാത്തൊരു ആഗ്രഹം കുറച്ച് കുലുക്കി സർബത്ത് കുടിക്കണം. അങ്ങനെ കുലുക്കി സർബത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുമ്പോൾ ഇവിടെ കിട്ടുമായിരിക്കും, പക്ഷെ എനിക്കറിയില്ല, റെയിൽവേ സ്റ്റേഷനിലൊന്നും എന്തായാലും കിട്ടാനില്ല. അങ്ങനെ ഞാനിങ്ങനെ കുലുക്കി സർബത്ത് എവിടുന്ന് കിട്ടുന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ച് ഇങ്ങനെ അത് എവിടുന്ന് കിട്ടും എന്നുള്ള ഒരു ഇതിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു വീഡിയോ അയച്ചത്. അപ്പോൾ ആ വീഡിയോ കണ്ടതോട് കൂടിയിട്ട് എനിക്ക് കുലുക്കി സർബത്ത് കുടിക്കാനുള്ള എൻ്റെ ഒരു ആഗ്രഹം അതോട് കൂടിയിട്ട് ഇല്ലാണ്ടായി. സത്യം പറയാലോ, കുലുക്കി സർബത്തിനോട് എന്റെ വെറുത്ത്. അപ്പൊ ആ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി ഞാൻ കുറച്ച് കവർ ചെയ്യും കേട്ടോ, കാരണം അത് അങ്ങനെ കാണിക്കാൻ പറ്റാത്തൊരു വീഡിയോ ആണ്. കാരണം എല്ലാ കുലുക്കി സർബത്തും നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. ഈ ഒരു വീഡിയോയിലുള്ള ആരാണെന്ന് എനിക്കറിയില്ല കേട്ടോ, ആരാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഇനിയിപ്പോ ഈ പറഞ്ഞ പോലെ ചിലപ്പോ ചില ആളുകൾ, പ്രമുഖരായിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഇത് ഞാനല്ല എന്റെ മോർഫ് ചെയ്താണെന്നൊക്കെ പറഞ്ഞു വരുമായിരിക്കും. ആ പ്രമുഖരോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ എന്താ പറയാ, വല്ലാത്ത ജാതി കുലുക്കലായി പോയി. ഇങ്ങനത്തെ കുലുക്കലൊന്നും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കുലുക്കലായി പോയി. ഇതൊന്നും വലിയ പ്രശ്നമില്ല. പക്ഷെ എന്നാലും കുലുക്കി സർബത്ത് കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അതിന് വേണ്ടിയിട്ട് ഒരു കട തുറന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ ഇരുന്നിട്ട് കുലുക്കുക, അവിടെ ഇരുന്ന് കുലുക്കിയിട്ട് എന്ത് ചെയ്യുക, ആൾക്കാർക്ക് കൊടുക്കുക. അല്ലാണ്ട് നിങ്ങൾ ഈ ഓൺലൈനിലൂടെ അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ കോളിലൂടെ ഒന്നും കുലുക്കി വിട്ട് കഴിഞ്ഞാൽ അവിടെ എത്തൂല. അപ്പൊ അത് അവിടെ എത്തുന്നതിന് പകരം എത്തുന്നതാണ് ഇവിടെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമ്മളെപ്പോലുള്ള ആൾക്കാരിലേക്കൊക്കെ ഇങ്ങനെ ഇതിങ്ങനെ കാട്ടുതീ പോലെ പടർന്നു പിടിച്ച് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ എന്താ പറയാ, ലൗകിക ഞാനീ പറഞ്ഞ പോലെ ലൗകിക ജീവിതത്തിൽ നിന്നൊക്കെ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് ഒരു തീർത്ഥയാത്രയൊക്കെ ആയിട്ട് വന്നതാണ്. വല്ലാത്ത ജാതി കുലുക്കലായി പോയി. എന്താ കടൽക്കുതിരന്റെ പോലുള്ള ഒരു സംഭവമായിപ്പോയി. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോയിലുള്ള ഒരു മച്ചാനോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, മച്ചാൻ കുറച്ചും കൂടെ സ്ട്രോങ് ആവും. മച്ചാന് കുറച്ചും കൂടെ ഒന്ന് വളർച്ച പ്രാപിക്കാണ്ട് ഒരു ആത്മീയമായിട്ടുള്ള രീതിയിലുള്ള ഒരു വളർച്ചയിലേക്ക് മച്ചാൻ എത്താനുണ്ട്. അത് എത്തുന്ന സമയത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാര്യമില്ല. അപ്പൊ നമ്മളെന്താന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ മച്ചാൻ ഏകദേശം 4 മിനിറ്റിന് വീഡിയോ ആണ്, നമ്മൾ 2 മിനിറ്റ് പ്ലേ ചെയ്തുള്ളൂ. സംഭവത്താണ് ഇവിടെ മനസ്സിലായി. ആ പോർഷനിലിടയിൽ നമ്മുടെ കടൽ മച്ചാന്റെ ഒരു വീഡിയോ ആണോ ഇനി ഒറിജിനാണോ അറിയില്ല. നമ്മൾക്കും കൺഫ്യൂഷൻ ആണ്. ആകാനാണ് സാധ്യത കൂടുതൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ക്ലാരിറ്റി കുറവുള്ള വീഡിയോ ആണ്. ബട്ട് ക്ലാരിറ്റി കുറവുള്ള എന്തോ കൺഫ്യൂഷൻ ഇല്ലാതെ എനിക്ക് മാത്രം മനസ്സിലായിട്ടില്ല സംഭവം. അപ്പോൾ മച്ചാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ കുലുക്കി സർബത്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം മച്ചാൻ പറഞ്ഞത് കുലുക്കി സർബത്ത് കുടിക്കാൻ തോന്നി, ഞാൻ റെയിൽവേ സ്റ്റേഷനിലാണ്, അപ്പോൾ ഞാൻ ഈ വീഡിയോ കണ്ടതോടെ എനിക്ക് കുലുക്കി സർബത്ത് കുടിക്കാൻ തോന്നണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയേണ്ടില്ല അല്ലേ. എന്നിട്ട് പിന്നെ മച്ചാൻ പറയുന്നുണ്ട് എന്താ വെച്ചാൽ, നിങ്ങൾ ആർക്കാണോ കുലുക്കി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് ഓൺലൈനിലൂടെ കൊടുത്തിട്ട് കാര്യമില്ല, നേരിട്ട് കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ടില്ല അല്ലേ. സംഭവം ഇതാണ്. അപ്പോൾ കടൽ മച്ചാനെതിരെ കേസൊക്കെ കൊടുത്തിട്ട് ഷെയർ ചെയ്തവർക്കെതിരെ കേസൊക്കെ കൊടുത്തിട്ടില്ല അല്ലേ. അപ്പോൾ അതൊരു ലീഗലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സംഭവം ഇത് ആണോ ഇനിയിപ്പോൾ ഒറിജിനൽ ആണോ എന്നുള്ളത് എനിക്ക് കൺഫ്യൂഷൻ ഇല്ല അല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അതേ പറഞ്ഞു. പിന്നെ കടൽ മച്ചാനെ ഞാൻ എല്ലാവരും സപ്പോർട്ട് പറഞ്ഞാൽ എന്താ വെച്ചാൽ, എനിക്ക് ആ മറ്റേ ഒലിവിയ ഡിസൈൻസിന്റെ ആ ഒരു സംഭവത്തിന് ശേഷം ഞാൻ സപ്പോർട്ട് ചെയ്ത് നിർത്തിയില്ല. ഞാൻ പറഞ്ഞില്ലേ, പണ്ടൊക്കെ കടൽ മച്ചാൻ പറഞ്ഞ ഞാൻ വീഡിയോസ് ഒക്കെ കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നു. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒലിവിയ ഡിസൈൻസിന്റെ ആ പ്രശ്നം വന്ന് മൂപ്പര് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ സൂരജ് പാലക്കാരൊക്കെ വിളിച്ച് അവരോട് വന്നിട്ട് പൈസ വാങ്ങിയിട്ട് അതൊരു വല്ലാത്തൊരു ചെറ്റത്തരായി പോയിട്ടുള്ളത്. അതിനുശേഷം പിന്നെ എനിക്ക് കടൽ മച്ചാനെ
ഇഷ്ടമൊന്നുമല്ല ഇല്ലടാ, സത്യമായിട്ട് പറയുള്ളൂ, എനിക്ക് ഇഷ്ടമല്ല. അപ്പം ഞാനെന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കണ്ടപ്പോൾ ഇനിയിപ്പോൾ നമ്മളത് അറിയണമല്ലോ സത്യാവസ്ഥ എന്താണ്. അപ്പോൾ അതിനുവേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇത് AI ആകാൻ സാധ്യത കൂടുതൽ ബാക്ക് പെർസെൻറ്റേജ് ഉണ്ട്, നമുക്ക് അറിയില്ല ഇല്ലടല. അപ്പോൾ എന്താ സത്യാവസ്ഥ നമുക്ക് ഇനി നോക്കാം. കടൽ മച്ചാൻ സ്റ്റോറി വല്ല അപ്ഡേറ്റ് ചെയ്യാൻ നമുക്ക് വരാനില്ലടല. ഞാൻ പറഞ്ഞില്ല, കടൽ മച്ചാൻ കേസ് കൊടുത്ത സ്റ്റോറിയൊക്കെ എക്സ്പയർ ആയിപ്പോയി, ഞാൻ സേവ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ കുഴപ്പമില്ല ഇടല. അപ്പം ഞാൻ നല്ലൊരു ഓണാശംസകൾ ആശംസിച്ചുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുകയാണ്. അപ്പം ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇനി വീഡിയോസ് വരും. എന്താ വെച്ചാൽ നമ്മൾ ഓണപരിപാടി ഹെൽത്ത് കുറേ ഇഷ്യൂസ് ഒക്കെ ആയ കാരണം വീഡിയോസ് കുറച്ച് ടെമ്പറലി സ്റ്റോപ്പ് ചെയ്താണ് ഇടല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണാശംസകൾ ആശംസിച്ചുകൊണ്ട് നമ്മൾ അഗെയിൻ തുടങ്ങുകയാണ്. അപ്പോൾ അത്രയുള്ളൂ.